നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേരള നിയമസഭയുടെ 25ാം സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 101 വോട്ടുകളാണ് കോട്ടയം MLA ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJPയുടെ സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടുകളുമാണ് ലഭിച്ചത്. ചരിത്രത്തിൽ ഇതാദ്യമായാണ് കേരള നിയമസഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കുന്നത്. 50 വർഷത്തിലധികം നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും 3.5 പതിറ്റാണ്ടിന്റെ പാർലമെന്ററി അനുഭവങ്ങളുടെയും പാരമ്പര്യത്തോടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകുന്നത്. നിലപാടുകളിലെ കാർക്കശ്യവും ഇടപെടലിലെ ലാളിത്യവുമാണ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂരിനെ വ്യത്യസ്തനാക്കുന്നത്. ജനകീയനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്തവണ കോട്ടയത്ത് നിന്നും ജയിച്ചത് എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകളേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിലാണ്. ജിയോളജി പാസിൽ തിരിമറി. കപ്പൂരിലെ മണ്ണെടുപ്പ് കേന്ദ്രത്തിന് തഹസിൽദാരുടെ സ്റ്റോപ്പ് മെമ്മോ. തൃത്താല മണ്ഡലത്തിലെ കപ്പൂർ പള്ളങ്ങാട്ടുചിറ കവുക്കോട് റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ കൈവശ സ്ഥലത്തു നിന്നും മണ്ണെടുക്കുന്നതിന് ജിയോളജി വകുപ്പ് അനുമതി നൽകിയിരുന്നു. എന്നാൽ രാവിലെ എഴുതുന്ന പാസ് മായ്ച്ചു കളയാവുന്ന മഷി കൊണ്ട് എഴുതി പിന്നീട് മായ്ച്ച് വീണ്ടും പുതിയ സമയം എഴുതി ഉപയോഗിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. പട്ടാമ്പി തഹസിൽദാർ T സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം ഇന്ന് സ്ഥലം സന്ദർശിക്കുകയും പാസിൽ തിരുത്തൽ വരുത്തി മണ്ണ് കടത്തിയിരുന്ന 3 ടോറസ് ലോറികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. പാസ് അനുവദിച്ച സ്ഥലത്തിന് തൊട്ടടുത്തുള്ള സ്ഥലത്തു നിന്നും അനുമതിയില്ലാതെ വൻതോതിൽ മണ്ണുകടത്തി വരുന്നതായും പരിശോധനയിൽ കണ്ടെത്തി. ഒരു സ്ഥലത്തേക്ക് അനുവദിച്ച പാസ് ഉപയോഗിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും മണ്ണുകടത്തിയതിനാലും പാസിൽ കൃത്രിമം കാണിച്ചതിനാലും ബാക്കിയുള്ള ജിയോളജി പാസുകൾ റവന്യൂ സംഘം പിടിച്ചെടുക്കുകയും മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ഉത്തരവിടുകയും ചെയ്തു. അനധികൃത മണ്ണെടുപ്പിനും നിലം നികത്തലിനുമെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന നടത്താനും നടപടിയെടുക്കാനും നിർദ്ദേശം നൽകിയതായി തഹസിൽദാർ അറിയിച്ചു. ഷൊർണൂർ കോപ്പറേറ്റീവ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠന സാമഗ്രികൾ വിതരണം ചെയ്യുന്നു. ഈ മാസം 26-ന് ഓങ്ങല്ലൂർ EMS ഹാളിൽ വെച്ചാണ് വിതരണ ചടങ്ങ് നടത്തുന്നതെന്ന് ബാങ്ക് അധികൃതർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഷൊർണൂർ കോപ്പറേറ്റീവ് സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠന സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. ഷൊർണൂർ കോപ്പറേറ്റീവ് സർവീസ് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽപ്പെടുന്ന ഓങ്ങല്ലൂർ പഞ്ചായത്തിലെയും ഷൊർണൂർ നഗരസഭയിലെയും 17 UP LP സ്കൂൾ കുട്ടികൾക്കായാണ് സൗജന്യ പഠന സാമഗ്രികൾ നൽകുന്നത്. 200ഓളം പേർക്ക് ഇവ നൽകുമെന്ന് ബാങ്ക് അധികൃതർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികളുടെ സമ്പാദ്യശീലം വളർത്തുവാനായി സംഘം ഏർപ്പെടുത്തിയ വിദ്യാനിധി ലഘു സമ്പാദ്യ പദ്ധതിയിൽ സ്കൂളിലെ കുട്ടികൾ ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പദ്ധതിയിൽ കൂടുതൽ കുട്ടികളെ ചേർക്കുന്ന സ്കൂളുകൾക്കും കൂടുതൽ തുക നിക്ഷേപിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കുട്ടികളുടെ പേരിൽ രക്ഷിതാക്കൾ നേരിട്ട് ബ്രാഞ്ചുകളിൽ വന്ന് വിദ്യാനിധിയിൽ ചേർക്കുന്ന പരിപാടിക്കും തുടക്കമിട്ടതായും ഇവർ പറഞ്ഞു. ഈ മാസം 26-ന് വൈകുന്നേരം 3 മണിക്ക് ഓങ്ങല്ലൂർ ബാങ്ക് ഹാളിൽ വെച്ചാണ് പഠനോപകരണങ്ങളുടെ വിതരണം നടക്കുക. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ വിതരണോദ്ഘാടനം നിർവഹിക്കും. ബാങ്ക് പ്രസിഡന്റ് P നാരായണൻ അധ്യക്ഷത വഹിക്കും. നിക്ഷേപ സമാഹരണവും കുടിശ്ശിക നിവാരണവും വിജയിപ്പിച്ച മികച്ച ബ്രാഞ്ചുകൾക്കും ജീവനക്കാർക്കുമുള്ള ട്രോഫികളും ചടങ്ങിൽ സമ്മാനിക്കും. കൂടാതെ വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നവർക്ക് പ്രത്യേക ലോൺ മേള നടത്തി വായ്പകൾ നൽകി വരുന്നുണ്ടെന്നും പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്മാർട്ടപ്പ് മേളകൾ സംഘടിപ്പിച്ച് വായ്പാ വിതരണം നടത്തുന്നുവെന്നും ഇവർ പറഞ്ഞു. 200 കുട്ടികൾക്കാണ് സ്കൂൾ ബാഗ്, നോട്ട് പുസ്തകങ്ങൾ, പെന്ന്, പെൻസിൽ, ക്രയോൺസ് എന്നിവയെല്ലാം അടങ്ങുന്ന ഒരു കിറ്റ് സാമഗ്രികളാണ് നൽകുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമാണ് സഹകരണ മേഖലയ്ക്കുള്ളത്. സാധാരണ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾക്ക് പുറമെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും ഈ സഹകരണ സംഘങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഈ വർഷം കർഷകരിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള നെല്ലിൻ്റെ വില മറ്റ് സഹകരണ സംഘങ്ങളോടൊപ്പം തന്നെ ഞങ്ങളുടെ സംഘവും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ലഘുസമ്പാദ്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ഒരു വിദ്യാനിധി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പദ്ധതി ഈ സ്കൂളുകളിലെല്ലാം ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും കുട്ടികൾക്കായി രക്ഷിതാക്കൾ നിക്ഷേപിക്കുന്ന വിദ്യാനിധി പദ്ധതി നേരിട്ടും സ്വീകരിച്ചു വരുന്നുണ്ട്.
മികച്ച നിക്ഷേപം നടത്തുന്ന സ്കൂളുകൾക്കും കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായകരമാകുന്ന രീതിയിൽ പുതിയതായി നടപ്പിലാക്കുന്ന ഒരു സമ്പാദ്യ പദ്ധതിയാണ് വിദ്യാശ്രീ. കുട്ടികൾക്കായിട്ട് രക്ഷിതാക്കൾ നിക്ഷേപിക്കുന്ന ഈ പദ്ധതിയിൽ ചേരുന്നവർക്ക് മുതലും പലിശയും നൽകുന്നതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രത്യേക വായ്പകളും നൽകാൻ ഉദ്ദേശിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ പി നാരായണൻ, MK രാമചന്ദ്രൻ, N സജീന്ദ്രൻ, സെക്രട്ടറി KB മനു തുടങ്ങിയവർ ഇതേക്കുറിച്ച് സംസാരിച്ചു. അതുപോലെ പുതുതായി ഏർപ്പെടുത്തിയ ഒരു നിക്ഷേപ പദ്ധതിയാണ് മംഗല്യശ്രീ. ഈ വർഷം മുതൽ നടപ്പാക്കുകയാണ്. ഭാവിയിലെ വിവാഹാവശ്യങ്ങൾക്ക് എടുക്കാവുന്ന രൂപത്തിൽ ഉള്ള ഒരു സമ്പാദ്യ പദ്ധതിയാണ് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ദുരിതമനുഭവിക്കുന്ന രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആശ്വാസമേകി പരുതൂർ ഗ്രാമപഞ്ചായത്ത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു. സ്നേഹസ്പർശം എന്ന് പേരിട്ട സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ AS ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC അലി ഇക്ബാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ JAPC കേരള പ്രസിഡന്റ് M പ്രദീപ് വിഷയാവതരണം നടത്തി. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വഹീദ ജലീൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഹമ്മദ് അലി MP, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി P, പഞ്ചായത്ത് സെക്രട്ടറി സനൽകുമാർ AP, വാർഡ് മെമ്പർ APM സക്കരിയ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രോഗബാധിതരായവരുടെ കുടുംബാംഗങ്ങൾക്ക് മാനസികവും സാമൂഹികവുമായ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഗമം സംഘടിപ്പിച്ചത്. CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായും സ്കോളർഷിപ്പിനായും അപേക്ഷകൾ ക്ഷണിക്കുന്നു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ CCTV വരിക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. +2 പരീക്ഷയിൽ 80% മാർക്ക് നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനുമായി പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്ററെ ഉടൻ വിളിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 10 ജൂൺ മാസം 20-ാം തീയതി ശനിയാഴ്ച കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പുരസ്കാര ജേതാക്കൾക്ക് ക്യാഷ് അവാർഡും ഫലകവും സമ്മാനിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി ഒറ്റത്തവണയായി സ്കോളർഷിപ്പ് നൽകും. വാർത്തയിലേക്ക്. വിളയൂർ പഞ്ചായത്തിൽ ഓണവിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിക്കുന്നു. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ പച്ചക്കറി കർഷകരുടെ യോഗം ചേർന്നു. കർഷകരുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ ഓണവിപണി ലക്ഷ്യമിട്ടുള്ള പച്ചക്കറി കൃഷിക്കുള്ള ഒരുക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്തിലെ പച്ചക്കറി കർഷകരുടെ യോഗം വിളിച്ചു ചേർത്തു. പച്ചക്കറി കർഷകരുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മുബഷിറ സാബിർ അധ്യക്ഷയായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷൻ ഹുസൈൻ കണ്ടേങ്കാവ്, ചൈതന്യ സുധീർ, മറ്റു ജനപ്രതിനിധികളും കൃഷി ഓഫീസർ അഷ്ചാൻ മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് സംസാരിച്ചു. പച്ചക്കറി കർഷകർ ആവശ്യമായ വിത്ത്, വളം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും യോഗം രൂപം നൽകി. ജൂൺ ആദ്യവാരം പച്ചക്കറി കൃഷി പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കും. ഓണവിപണിയിലേക്ക് കർഷകരുടെ വിളകളാണ് എത്തിക്കുക. ഇതിനായി എക്കോ ഷോപ്പിന്റെ പ്രവർത്തനവും സജീവമാക്കുവാനും യോഗത്തിൽ തീരുമാനമായി. പല അടിയന്തര ഘട്ടങ്ങൾക്കും പാലിയേറ്റീവ് ശമ്പളം കൊടുത്തിട്ടുണ്ടാവില്ല. പാലിയേറ്റീവ് കേസല്ലേ അപ്പൊ അതുകൊണ്ട് സർക്കാർ ഉത്തരവിട്ടു. ഉത്തരവിട്ടല്ലാതെ പൈസ സർക്കാർ എഴുതിയെടുക്കണം എന്ന് പറയുക അതുപോലും കൊടുക്കാൻ നമ്മൾ സാധനം ബോർഡ് കൂടി ഓരോ മാസം ശമ്പളം കൊടുക്കും. അപ്പൊ ഇതങ്ങനെ കൊടുക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണുള്ളത്. നമ്മൾ പൈസ എടുത്ത് വന്നാൽ ഇത് തിരിച്ച് അതിന് തന്നെ ഇട്ട് കൊടുക്കണ്ടേ. ഈ പ്ലാൻ ഫണ്ട് വരുമ്പോൾ ആ പ്ലാൻ ഫണ്ടിൽ നിന്ന് എടുത്ത പൈസ ഫണ്ടിക്ക് പിന്നെ റീകോപ്പി ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ആ എടുത്ത് തരാൻ കഴിയാറ്. ഇപ്പൊ നമ്മളത് 15 ചെറിയ പൈസ അല്ല, 15 ലക്ഷം രൂപ. അപ്പൊ അതിലെടുത്ത് തരാനുള്ള സോഴ്സും സർക്കാരിന്റെ ഉത്തരവുകളോ അല്ലെങ്കിൽ സർക്കാരിന്റെ സംവിധാനങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അത് ചെയ്യാൻ കഴിയുന്നത്. പണ്ട് കാലങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാലോ, ഇപ്പൊ കേസ് മാറ്റാം സംവിധാനം, പഞ്ചായത്തിലെ സംവിധാനങ്ങൾ മൊത്തം മാറി. ഈ ജനുവരി മുതൽ 2026 ജനുവരി മുതൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ നിർവഹണത്തിൽ മുഖ്യമായ പങ്കുവഹിക്കുന്ന SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ BJP കുലുക്കലൂർ പഞ്ചായത്ത് കമ്മിറ്റി അനുമോദിച്ചു. BJP കുലുക്കലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയവർക്ക് അനുമോദനം നൽകിയത്. കുട്ടികളുടെ വീടുകളിൽ എത്തിയായിരുന്നു അനുമോദനം നടത്തിയത്. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി K ഹരിദാസ്, മറ്റു നേതാക്കളായ ഉണ്ണികൃഷ്ണൻ, ജയപ്രകാശ്, ഗിരീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഓങ്ങല്ലൂർ വാടാനംകുറിശി ചെറൂട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. 3 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടന്നത്.
വാടാനംകുറിച്ചി ചോറൂട്ടൂർക്കാവ് ബോധിക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠാദിന മഹോത്സവം വിപുലമായ പരിപാടികളോടെ നടത്തി വന്നിരുന്നത്. ദ്രവ്യകലശവും ഇതിന്റെ ഭാഗമായി നടത്തി. 3 ദിവസങ്ങളിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രതന്ത്രി കരിയന്നൂർ ബൗത്രാദ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശേഷാൽ പൂജകൾ, കലശാഭിഷേകങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു. സമാപനത്തോടനുബന്ധിച്ച് മഹാഗണപതി ഹോമം, ദ്രവ്യകലശാഭിഷേകം, ഉഷപൂജ, ബ്രഹ്മകലശാഭിഷേകം, പിറന്നാൾ സദ്യ എന്നിവയും ഒരുക്കിയിരുന്നു. വൈകുന്നേരം സർവേശ്വര പൂജ ഉൾപ്പെടെയുള്ള പരിപാടികളും ഉണ്ടായി. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. കൂറ്റനാട് രാജീവ് ഭവനിൽ രാജീവ് ഗാന്ധിയുടെ 36ാമത് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് കോഴിക്കര അധ്യക്ഷത വഹിച്ചു. UDF തൃത്തല നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ TK സുനിൽകുമാർ, DCC ജനറൽ സെക്രട്ടറിമാരായ P ബാലൻ, P ബാലകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ റംല വീരാൻകുട്ടി, T ശശിരേഖ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുലിയഞ്ഞാലിൽ, ബാവ മാളിയേക്കൽ, PM മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.